സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇളമ്പക്ക കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാം. അതിന് ഇതെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൽ കാണുന്ന തോടുകളെല്ലാം എടുത്തു കളയണം. അതിനുശേഷം വെള്ളമൊഴിക്കാതെയാണ് വേവിച്ചെടുക്കേണ്ടത്. ചിലർക്ക് ഇത് വെള്ളമൊഴിക്കാതെയാണ് വേവിക്കേണ്ടത് എന്ന് അറിയില്ല. അവർക്ക് വേണ്ടി പറയുന്നതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സ്റ്റൗവിൽ വെച്ചാൽ മതി. അടിയിലൊന്നും പിടിക്കില്ല. വെള്ളം ഇതിൽ നിന്ന് തനിയെ വരും. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കാം. മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ തിളച്ചു മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. തിളക്കാറാകുമ്പോൾ മൂടി തുറന്നു വെക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൊണ്ടും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൽ നിന്ന് വെള്ളം തനിയെ വരുന്നത്. അതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം, എല്ലാം പിളർന്ന് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇതിൻ്റെ ഇറച്ചി പുറത്തെടുക്കാം. ഇത് വളരെ ചെറുതായതുകൊണ്ട് എടുക്കാനും കുറച്ച് കഷ്ടപ്പാടാണ്. എങ്കിലും നല്ല സ്വാദാണ്. ഇത് ഇങ്ങനെ പുറത്തെടുത്ത ശേഷം ഇതിൻ്റെ പിന്നിൽ കാണുന്ന കറുപ്പ് ഭാഗം ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അതിലെ അഴുക്ക് പുറത്തു പോകും. ഇങ്ങനെയെല്ലാം ഞെക്കിക്കൊടുത്ത് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ചിലർ ഇത് ഇങ്ങനെ അമർത്താറില്ല. പക്ഷേ അമർത്തുന്നതാണ് നല്ലത്. അവസാനം അമർത്താം എന്ന് കരുതിയാൽ അത് കഴിയുകയുമില്ല. അതുകൊണ്ട് എടുക്കുന്നതിനനുസരിച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ അതിലെ അഴുക്ക് നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ. കല്ലുമ്മക്കായയാണെങ്കിൽ നമുക്ക് മുറിച്ചു മാറ്റാം. ഇത് അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഇത് വളരെ ചെറുതാണ്. ഇത് വളരെ ക്ഷമയോടുകൂടി ഓരോന്നായി എടുത്ത് അമർത്തി വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കിയെടുത്ത ഇറച്ചിയാണ് ഇത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് എല്ലാം കൂടി ഒന്ന് ചേർത്ത് 10 മിനിറ്റ് നേരം വെച്ചാൽ നല്ലതാണ്. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച ഇളമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് വൃത്തിയാക്കിയെടുക്കേണ്ട കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇത് ഇളക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ചെറുതായതുകൊണ്ട് മറിച്ചിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും ഫ്രൈ ആയി വരും. ഇത് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ആയി എന്ന് കണ്ടാൽ ഇതിലേക്ക് ഒരു വലിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ വഴറ്റുന്നതനുസരിച്ച് സ്വാദ് കൂടും. ഇത് നല്ലതുപോലെ വഴറ്റി എന്ന് കണ്ടാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഈ സവോളയൊന്ന് നല്ലതുപോലെ ആയി എന്ന് കണ്ടാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്ലമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നിങ്ങളുടെ കൈവശം കറിവേപ്പില നല്ലതുപോലെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. മല്ലിയില ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുതിനയില മുകളിൽ വിതറി കൊടുക്കാം. ഇനി തക്കാളി വട്ടത്തിൽ മുറിച്ചത് വെച്ച് ഗാർണിഷ് ചെയ്യാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.